ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ RRBയുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മാസം 16-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ആരും തന്നെ അവസാനത്തേക്ക് വയ്ക്കാതെ ഇപ്പം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളുക. നല്ലൊരു അവസരമാണുള്ളത്. അപ്പോൾ നമുക്ക് ലാബ് സൂപ്രണ്ടൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 2 പോസ്റ്റിലേക്കാണ് ലാബിൻ്റെ കീഴിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലാബ് സൂപ്രണ്ടൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് BSc MLT ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ DMLTയും കൂടാതെ നമ്മുടെ BSc മൈക്രോബയോളജി അതുപോലെ തന്നെ കെമിസ്ട്രി എന്നുള്ള ലൈഫ് സയൻസ് പോലുള്ള വിഷയങ്ങൾ എടുത്തിട്ടുള്ളവർക്കും നമ്മുടെ ലാബ് സൂപ്രണ്ടിൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2ൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് DMLT ആണ്, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള യോഗ്യതയാണ് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2-നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലാബ് സൂപ്രണ്ടൻറ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, നമ്മുടെ പേ ലെവൽ 6 ആണ് നമ്മുടെ സാലറി വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 35,400 മുതൽ നമ്മുടെ സാലറി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കൊരു 1,12,000 വരേക്കും സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് നമ്മളെ ലാബ് സൂപ്രണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേ ലെവൽ 3 ആണ് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2-നുള്ളത്. ഏകദേശം ഒരു 21,000-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 65,000 റേഞ്ചിലേക്ക് വരാവുന്ന പോസ്റ്റാണ് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. നിങ്ങളെല്ലാവരും തന്നെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു കുറഞ്ഞ സമയം നിങ്ങൾ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പം തന്നെ സമയം കളയാതെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക. നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർത്താൻ വേണ്ടിയിട്ട് നമ്മൾ MEDTech ഉണ്ടായിരിക്കും കൂടെ. അപ്പോൾ വളരെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്കാണ് ഇതിൽ നിന്ന്, എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇതിൽ നിന്ന് നേടിയെടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൈറ്റോ കെമിസ്ട്രി ഇൻ ലുക്കീമിയ. ലുക്കീമിയയിലെ സൈറ്റോ കെമിസ്ട്രി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൈറ്റോ കെമിസ്ട്രി ഓഫ് ലുക്കീമിയ? അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ 2 ക്വസ്റ്റ്യനാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കുക. എന്താണ് ലുക്കീമിയ, അതുപോലെ തന്നെ എന്താണ് സൈറ്റോ കെമിസ്ട്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലുക്കീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ബ്ലഡ് സെൽസിനുണ്ടാകുന്ന ക്യാൻസർ, കൈൻഡ് ഓഫ് ക്യാൻസറാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് സെൽസിന് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഫോമിങ് ടിഷ്യൂസ് ലൈക്ക് നമ്മുടെ ബോൺ മാരോ, ലിംഫാറ്റിക് സിസ്റ്റം ഇതിനുണ്ടാകുന്ന ക്യാൻസറിനെയാണ് പൊതുവെ നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലുക്കീമിയയിൽ ഇൻവോൾവ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, നമുക്കറിയാം ബ്ലാസ്റ്റ് എന്നുള്ള ടേമാണ് നമ്മുടെ ലുക്കീമിയയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള കൂടുതലായിട്ടും, പ്രധാനമായിട്ട് അക്യൂട്ട് ലുക്കീമിയ കേസസിൽ വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ബോൺ മാരോയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പെരിഫറൽ ബ്ലഡിലേക്ക് അബ്നോർമലായിട്ട് സെൽസ്, എസ്പെഷ്യലി നമ്മുടെ WBCസിൻ്റെ അബ്നോർമൽ പ്രൊലിഫറേഷൻ ഉണ്ടാകുന്നു. അസാധാരണമായ പ്രൊലിഫറേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ബോൺ മാരോ കൂടുതൽ അബ്നോർമലായിട്ടുള്ള സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, നമുക്ക് നമ്മുടെ ശരീരത്തിലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെല്ല്, അതായത് പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെല്ലുകളുടെ അളവ് കുറയുന്നു. കൂടാതെ തന്നെ നമ്മുടെ ബോൺ മാരോ ഇത്തരത്തിലുള്ള WBCസിനെ കൂടുതലായിട്ട് പ്രൊലിഫറേറ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ RBC അതുപോലെ തന്നെ സംടൈംസ് നമ്മുടെ പ്ലേറ്റ്ലെറ്റിനെ കൂടെ, അതിൻ്റെ പ്രൊഡക്ഷനെ കൂടെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് സെൽസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ബോൺ മാരോ, ലിംഫാറ്റിക് ടിഷ്യൂ, മെയിനായിട്ട് ബ്ലഡ് ബോൺ മാരോൻ്റെ ക്യാൻസറിനെയാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ WBC കൗണ്ട് സാധാരണയിൽ നിന്നും എന്തായിരിക്കും, വളരെ ഹൈ കൗണ്ട് ആവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അബ്നോർമൽ പ്രൊലിഫറേഷൻ ധാരാളമായിട്ട് എവിടെ ഉണ്ടാകുന്നു, ലുക്കീമിയയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ലുക്കീമിയയിൽ ഉണ്ടാകുന്നത് കാരണം, അതായത് നമ്മുടെ ബോൺ മാരോ കൂടുതൽ അബ്നോർമൽ ആയിട്ടുള്ള WBCസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ RBC നമുക്ക് അനീമിയ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ത്രോംബോസൈറ്റോപീനിയ, പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ടുള്ള RBCs അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബോൺ മാരോൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്കീമിയൻ്റെ ഏറ്റവും കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് WBCസിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അത് പ്രോപ്പർ ഫങ്ഷനിങ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഫങ്ഷനിങ് ആവാത്ത ഒരുപാട് WBCs അബ്നോർമൽ ആയിട്ടുള്ള സെല്ലുകളെ ധാരാളമായിട്ട് പ്രൊലിഫറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബോൺ മാരോയിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള കൗണ്ടുകൾ ബാക്കിയുള്ള സെൽ പോപ്പുലേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റീനെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ലുക്കീമിയ എന്ന് പറയുമ്പോൾ. ലുക്കീമിയ നമ്മുടെ ബ്ലഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൺ മാരോയ്ക്ക് ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊതുവെ ലുക്കീമിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് സൈറ്റോ കെമിസ്ട്രി? സൈറ്റോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൈറ്റോ എന്ന് പറയുമ്പോൾ എന്താണ്, സൈറ്റോപ്ലാസത്തിനെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മുടെ സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാവുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ സൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തിലുള്ള കെമിക്കൽസിനെ പറ്റി പഠിക്കുന്നതാണ് നമ്മുടെ സൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് എന്താണ്, കാർബോഹൈഡ്രേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള എൻസൈംസിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു സെല്ലിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഏത് കൈൻഡ് ഓഫ് സെല്ലാണെന്നുള്ളത് പല സിറ്റുവേഷനിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻ അല്ലെങ്കിൽ സൈറ്റോ കെമിസ്ട്രി എന്നുള്ളത് പറഞ്ഞു, നമ്മൾ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലുള്ള പല കെമിക്കൽ സബ്സ്റ്റൻസിനെ, അതായത് നമ്മുടെ എന്താണ് പോളിസാക്രൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻസൈംസ് പോലുള്ള സബ്സ്റ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്കാണ് സൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ലെവലിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെയാണ് സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻസിൽ വരുന്നത്, ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ സ്റ്റെയിൻസ് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. അപ്പോൾ സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 5 സ്റ്റെയിനുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻസിൽ വരുന്ന 5 സ്റ്റെയിനുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെന്ന് പറയുന്നത് മൈലോ പെറോക്സിഡേസ് ആണ്. എന്താണ് മൈലോ പെറോക്സിഡേസ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും മൈലോ പെറോക്സിഡേസ് എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് അതിനെ MPO എന്ന് വിളിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിൻ ആണ്. എന്താണ് സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിൻ? അപ്പോൾ സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിനാണ് നമ്മൾ SBB എന്ന് പറയുന്നത്. മൂന്നാമത്തെ എൻസൈമാണ് നമ്മുടെ നോൺ സ്പെസിഫിക് എസ്ട്രേസ് എന്ന് പറയുന്നത്. എന്താണ് നോൺ സ്പെസിഫിക് എസ്ട്രേസ്? ഇനി നാലാമത്തെ സ്റ്റെയിനാണ് പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ, അതായത് PAS സ്റ്റെയിൻ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി അഞ്ചാമത്തെ സ്റ്റെയിനാണ് നമ്മുടെ ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത്. എന്താണ് ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്? അപ്പോൾ NAP എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കാറുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 5 സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻസ്? പ്രധാനമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 5 സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെന്ന് പറയുന്നത് മൈലോ പെറോക്സിഡേസ് അഥവാ MPO. രണ്ടാമത്തെന്ന് പറയുന്നത് സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിൻ ആണ്, SBB എന്ന് നമ്മൾ പറയാറുള്ളത്. ഇനി മൂന്നാമത്തെയാണ് നോൺ സ്പെസിഫിക് എസ്ട്രേസ്, NSC എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. നാലാമത്തേത് PAS അഥവാ പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ ആണ്. അഞ്ചാമത്തെന്ന് പറയുന്നത് നാബ് സ്കോർ അല്ലെങ്കിൽ ലാപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്, ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് അഥവാ ലൂക്കോസൈറ്റ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 സ്റ്റെയിനുകളെയാണ് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഈ സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻ്റെ യൂസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ലുക്കീമിയ എന്ന് പറയുന്നത് അബ്നോർമൽ പ്രൊലിഫറേഷൻ, അതായത് നമ്മുടെ ബ്ലഡ് സെൽസിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് ഫോമിങ് ടിഷ്യൂസിനുണ്ടാകുന്ന ക്യാൻസർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് അക്യൂട്ട് ലുക്കീമിയ, പെട്ടെന്ന് വരുന്ന ഓൺസെറ്റായിട്ട് വരുന്ന ലുക്കീമിയാസിനെ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കുറേ കാലങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ ക്രോണിക് ലുക്കീമിയ എന്ന് പറയുന്നു. അപ്പോൾ അക്യൂട്ട് ലുക്കീമിയ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് മോർ ദാൻ 20% ബ്ലാസ്റ്റ് ഉള്ള കേസസിനെയാണ് നമ്മൾ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബ്ലാസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്ലൈഡിലെ മോർഫോളജി നോക്കിയിട്ട് നമ്മൾ ബ്ലാസ്റ്റുകളെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ഏത് കൈൻഡ് ഓഫ് ബ്ലാസ്റ്റ് ആണ്, മൈലോയിഡ് ബ്ലാസ്റ്റ് ആണോ അതല്ലെങ്കിൽ ലിംഫോയിഡ് ബ്ലാസ്റ്റ് ആണോ എന്നുള്ളതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമുക്ക് ബ്ലാസ്റ്റുകളെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മൈലോയിഡ് ലീനിയേജ് ആണോ അതല്ലാന്നുണ്ടെങ്കിൽ ലിംഫോയിഡ് ലീനിയേജ് ആണോ എന്ന് ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ AML, അതായത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ. മൈലോയിഡ് ലീനിയേജിൽ ഉണ്ടാകുന്ന അബ്നോർമൽ പ്രൊലിഫറേഷനാണ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഈ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ തന്നെ അത് ഗ്രാനുലോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ അതല്ല എന്നുണ്ടെങ്കിൽ മോണോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള
സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റോപ്ലാസ്മിക് അബ്നോർമാലിറ്റീസ്, സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്, എന്താണ് ലുക്കീമിയ, എന്താണ് സൈറ്റോകെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ 5 സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ പേരുകൾ ഓർത്തു വയ്ക്കുക. ഇത് കൂടാതെ അടുത്ത കാര്യം നമ്മൾ എന്തിനാണ് സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റ് തന്നെ നമുക്ക് മൈലോയിഡ് ലീനേജും ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ലിംഫോയിഡ് ലീനേജും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ മൈലോയിഡിൻ്റെ ആണോ ലിംഫോയിഡിൻ്റെ ആണോ ബ്ലാസ്റ്റ് വരുന്നതെന്ന് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ തന്നെ അത് ഗ്രാനുലോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ അല്ലാന്നുണ്ടെങ്കിൽ മോണോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെല്ലുകളിൽ ഇത്തരത്തിലുള്ള എൻസൈംസ് ഡെഫിഷ്യൻ്റ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൈറ്റോപ്ലാസ്മിക് അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാനും ഇത്തരത്തിലുള്ള സ്റ്റെയിൻസ് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസിനെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരെയായിരുന്നു, നമ്മുടെ മൈലോ പെറോക്സിഡേസ് എൻസൈമിനെ പറ്റിയിട്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ബ്ലാസ്റ്റിൻ്റെ ക്യാരക്ടറൈസേഷനാണ് വൺ ഓഫ് ദ യൂസ് ഓഫ് സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റ് ഏത് മൈലോയിഡ് ആണോ ലിംഫോയിഡ് ആണോ എന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ ചെയ്യുന്നത് വഴി കിട്ടുന്നതാണ്. അപ്പോൾ മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് എന്താണ്, മൈലോയിഡ് സെൽസിനായിരിക്കും. അതായത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൈലോ പെറോക്സിഡേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലിംഫോയിഡ് ലീനേജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക. മൈലോയിഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അത് പോസിറ്റീവായിട്ട് തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ എന്ന് പറയുന്നത് മൈലോയിഡ് സീരീസിന് അല്ലെങ്കിൽ മൈലോയിഡ് ലീനേജിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ MPO സ്റ്റെയിൻ, എന്താണ് MPO സ്റ്റെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ അതായത് നമുക്കറിയാം എന്താണ് മൈലോയിഡ് സെൽസിലാണ് പോസിറ്റീവായിട്ട് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, യോസിനോഫിൽ ഇതിലൊക്കെയാണ് പ്രധാനമായിട്ട് ഗ്രാന്യൂൾസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഗ്രാന്യൂൾസ് ഉള്ള ഇത്തരത്തിലുള്ള ന്യൂട്രോഫിൽ, യോസിനോഫിൽ പോലുള്ള സെൽസിൽ ഗ്രാന്യൂൾസിൻ്റെയും അവയിൽ മൈലോ പെറോക്സിഡേസ് എൻസൈം ഉണ്ടായിരിക്കും. അപ്പോൾ മൈലോയിഡ് സെൽസ്, മോസ്റ്റ് ഓഫ് ദ മൈലോയിഡ് സെൽസിലും മൈലോ പെറോക്സിഡേസ് എൻസൈം ഉണ്ടായിരിക്കും. ഈ മൈലോ പെറോക്സിഡേസ് എൻസൈമിന്, അതായത് പെറോക്സിഡേസ് എൻസൈമിന് നമ്മൾ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള സബ്സ്റ്റൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈലോ പെറോക്സിഡേസ് എൻസൈം എന്ത് ചെയ്യും, നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് മുഖേനയാണ് നമ്മൾ ഈ MPO മൈലോ പെറോക്സിഡേസ് എൻസൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൈലോ പെറോക്സിഡേസ് എൻസൈമിൻ്റെ പ്രസൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈലോയിഡ് സെൽസിലും, മോസ്റ്റ് ഓഫ് ദ മൈലോയിഡ് സെൽസിലും എന്തുണ്ടായിരിക്കും, മൈലോ പെറോക്സിഡേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മൈലോ പെറോക്സിഡേസ് എൻസൈം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിഷ്വലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ അതിൻ്റെ കളറ്, അതായത് നമ്മുടെ ഡാബിൻ്റെ കളർ ബ്രൗൺ കളേർഡ് ഗ്രാന്യൂൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമുക്ക് ആ ഗ്രാന്യൂൾസ് ബ്രൗൺ കളേർഡായിട്ട് കാണുന്നത്. ഇനി നമ്മുടെ അതിൻ്റെ വ്യൂ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഹെമറ്റോക്സിലാണ് കൂടുതലായിട്ട് കൗണ്ടർ സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ബ്ലൂ കളേർഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും സൈറ്റോപ്ലാസത്തിന് ബ്ലൂ കളറും അതുപോലെ തന്നെ ഗ്രാനുവൽസിന് എന്ത് കളർ കൊടുക്കും, ബ്രൗൺ കളർ കൊടുക്കും. ഇതാണ് മൈലോ പെറോക്സിഡേസ് സ്റ്റെയിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ മൈലോയിഡ് ലീനേജ് ആയിരിക്കും പോസിറ്റീവ് തരിക എന്നുള്ളത് കാര്യം ഓർത്ത് വയ്ക്കുക. ന്യൂട്രോഫിൽ, യോസിനോഫിൽ, ബേസോഫിൽ
ന്യൂട്രോഫിൽ, യോസിനോഫിൽ, അതുപോലെ തന്നെ മോണോസൈറ്റിൻ്റെ അസിറോഫിലിക് ഗ്രാനുൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രാനുൾസും മോണോസൈറ്റിലുള്ള അസിറോഫിലിക് ഗ്രാനുൾസും ഒക്കെ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള മൈലോ പെറോക്സിഡേസ് എൻസൈം ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ മൈലോ പെറോക്സിഡേസ് എൻസൈം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. കൂടാതെ അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ മൈലോ പെറോക്സിഡേസ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യുന്നു. ആ റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റ് ആവുകയും അതിൻ്റെ കളർ, അതായത് ഇപ്പോൾ ഡാബ് ആണെന്നുണ്ടെങ്കിൽ ഡൈ അമിനോ ബെൻസിഡീൻ ആണ് ഡാബിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ഡൈ അമിനോ ബെൻസിഡീൻ. അപ്പോൾ ഈ ഡാബ് എന്ന് പറയുന്നത് ബ്രൗൺ കളേർഡ് ഗ്രാനുൾസ് ആയിട്ട് അപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് MPOനെ പറ്റിയിട്ട് വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ MPO പോസിറ്റീവ് തരുന്നത് ആരൊക്കെയാണ്? അപ്പോൾ MPO പോസിറ്റീവ് തരുന്നത് നമ്മൾ പറഞ്ഞു മൈലോ ബ്ലാസ്റ്റുകളാണ് MPO പോസിറ്റീവ് തരുന്നത്. അപ്പോൾ എല്ലാ മൈലോ ബ്ലാസ്റ്റുകളും ഉണ്ടായിരിക്കില്ല. ML, M1, M2, M3, M4 എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള നമുക്കറിയാം FAB ക്ലാസിഫിക്കേഷൻ, ലുക്കീമിയയുടെ FAB ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയനെ 7 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെയാണ് നമ്മൾ AML, M1, AML, M2, AML, M3 തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. AML M0 മുതൽ M7 വരെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ AML, M1, M2, M3, M4 ഇവരൊക്കെ നമ്മുടെ എന്ത് തരുന്നവരാണ്? മൈലോ പെറോക്സിഡേസ് പോസിറ്റീവ് MPO പോസിറ്റീവ് തരുന്നവരാണ്. അതുപോലെ തന്നെ ഓറോഡ്സും നന്നായിട്ട് MPO പോസിറ്റീവ് തരുന്ന ആൾക്കാരാണ്. ഇനി നെഗറ്റീവ് കാണിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ലിംഫോബ്ലാസ്റ്റും അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ നോർമോബ്ലാസ്റ്റും എന്തായിരിക്കും? മൈലോ പെറോക്സിഡേസ് ചെയിനിന് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ് MPO ചെയിൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്താണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണത് റിയാക്ഷൻ തരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. പോസിറ്റീവ് തരുന്നത് നമ്മുടെ മൈലോ ബ്ലാസ്റ്റുകളായിരിക്കും, നെഗറ്റീവായിട്ട് വരുന്നത് നമ്മുടെ ലിംഫോബ്ലാസ്റ്റുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിനെ പറ്റിയിട്ടാണ്. സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സിമിലർ നമ്മുടെ MPO സ്റ്റെയിൻ്റെ അതേ ആക്ടിവിറ്റി തന്നെയാണ് സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിനുള്ളത്. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ന്യൂട്രോഫില്, ഇയോസിനോഫില്, മോണോസൈറ്റ് പോലുള്ള സെല്ലുകളിൽ അല്ലെങ്കിൽ സെൽ ലീനേജിലുണ്ടാകുന്ന അവരിൽ എന്തുണ്ടായിരിക്കും? ഗ്രാനുൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ പ്രിക്കേഴ്സേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഗ്രാനുൾസ്, സെക്കൻഡറി ഗ്രാനുൾസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അസീറോഫിലിക് ഗ്രാനുൾസ് ഒക്കെ എന്താണ്? അവരെ ആയിരിക്കും SBBയും പോസിറ്റീവ് തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ SBBയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താണ്? ലിപ്പോഫിലിക് ആയിട്ടുള്ള സ്റ്റെയിനാണ്. അതായത് നമ്മുടെ ലിപ്പിഡ് ലവിങ്, ലിപ്പോഫിലിക് എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ലവിങ് ആണ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള സെൽ മെംബ്രെയിൻ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാനുൾസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കൊണ്ട് ഉണ്ടാക്കിയുള്ളതായിരിക്കും. മോസ്റ്റ് ഓഫ് നമ്മൾ പറയാറുണ്ട് സെൽ വാൾ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സെൽ മെംബ്രെയിനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അത്തരത്തിലുള്ള ലിപ്പോഫിലിക് ആയിട്ടുള്ളൊരു ഡൈ ആണ് സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിന് എന്താണ്? ഒരു ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡൈ ആണ്. അപ്പോൾ സുഡാൻ ബ്ലാക്ക് ബി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ റിയാക്ഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ഇപ്പോൾ MPOയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? കോൾഡ് ബഫേർഡ് അസറ്റോൺ ആണ് നമ്മൾ ഫിക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ SBBയിൽ എന്ന് പറയുന്നത് എന്താണ്? 40% എന്താണ്? നമ്മുടെ ഫോർമാലിൻ വേപ്പേഴ്സ് ആണ് നമ്മൾ അത് എന്തിന് ഫിക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഫോർമാലിൻ വേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. കൂടാതെ SBBയിൽ ഫീനോളിക് ബഫറാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. MPO ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ഫോസ്ഫേറ്റ് ബഫറാണ് കൂടുതലായിട്ടും, സൊറൻസൻ ഫോസ്ഫേറ്റ് ബഫറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. SBBയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീനോളിക് ബഫറാണ് യൂസ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ എന്താണ്? SBB എന്ന് പറയുന്നത് നമ്മൾ എത്തനോളിലാണ് ഡിസോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു ഒന്ന് രണ്ട് പോയിന്റ് കൂടെ നമ്മുടെ SBBയുടെ കാര്യത്തിൽ ഓർത്ത് വയ്ക്കുക. ഫിക്സേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോർമാൽഡിഹൈഡ് വേപ്പർ ഫിക്സേഷനാണ് യൂസ് ചെയ്യുക. ഫീനോളിക് ബഫറാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ എന്താണ്? SBB സുഡാൻ ബ്ലാക്ക് ബി സ്റ്റെയിൻ എന്ന് പറയുന്നത് നമ്മൾ എത്തനോളിലാണ് ഡിസോൾവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് തരുന്ന ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലോ ബ്ലാസ്റ്റുകളായിരിക്കും പോസിറ്റീവ് തരുന്നുണ്ടായിരിക്കുക. നെഗറ്റീവ് തരുന്നത് നമ്മുടെ ലിംഫോ ബ്ലാസ്റ്റുകളായിരിക്കും. അപ്പോൾ മൈലോ ബ്ലാസ്റ്റിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് MPO യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ SBB യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ MPO ആണെന്നുണ്ടെങ്കിലും SBB ആണെന്നുണ്ടെങ്കിലും ലിംഫോ ബ്ലാസ്റ്റിൽ അത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം നന്നായിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തതാണ് നോൺ സ്പെസിഫിക് എസ്ട്രേസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ്റെ മറ്റൊരു യൂസാണ് AML തന്നെ അത് ഗ്രാനുലോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ അല്ലാന്നുണ്ടെങ്കിൽ മോണോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ തരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ നമുക്ക് നോൺ സ്പെസിഫിക് എസ്ട്രേസ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എസ്ട്രേസസ് തന്നെ പല വിധത്തിലുണ്ട്. ഏകദേശം ഒരു 9ഓളം ഐസോ എൻസൈംസ് എസ്ട്രേസസിനുണ്ട്. അപ്പോൾ അതിൽ ഈ 3, 4, 5, 6 എന്നൊക്കെ പറയുന്ന ഐസോ എൻസൈമാണ് പ്രധാനമായിട്ടും നോൺ സ്പെസിഫിക് എസ്ട്രേസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ബാക്കിയെല്ലാം സ്പെസിഫിക് എസ്ട്രേസസ് ആണ്. അപ്പോൾ എസ്ട്രേസസിനെ തന്നെ സ്പെസിഫിക് എസ്ട്രേസസ് എന്നും നോൺ സ്പെസിഫിക് എസ്ട്രേസസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നോൺ സ്പെസിഫിക് എസ്ട്രേസ് ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് AML നമ്മുടെ ബ്ലാസ്റ്റ് അത് ഗ്രാനുലോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ അല്ലാന്നുണ്ടെങ്കിൽ മോണോസൈറ്റിക് ഡിഫറൻസിയേഷൻ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസും നോൺ സ്പെസിഫിക് എസ്ട്രേസ് പോസിറ്റീവായിട്ട് വരുന്നത് നമ്മുടെ മോണോസൈറ്റിക് ഡിഫറൻസിയേഷനിലായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ അക്യൂട്ട് ലുക്കീമിയ M4 M5 എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ മോണോസൈറ്റിക് ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ നോൺ സ്പെസിഫിക് എസ്ട്രേസസ് കൂടുതലായിട്ട് പോസിറ്റീവ് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നോൺ സ്പെസിഫിക് എസ്ട്രേസസ് തന്നെ പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ് നമുക്ക് കോമൺ ആയിട്ട് കാണാറുള്ളത്. ഒന്നാമതെന്ന് പറയുന്നത് ANAE എന്ന് പറയുന്നത് ആൽഫ നാഫ്തൈൽ അസറ്റേറ്റ് എസ്ട്രേസും അതുപോലെ തന്നെ ANBE ഉണ്ട്, ആൽഫ നാഫ്തൈൽ ബ്യൂട്ടറേറ്റ് എസ്ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ള നോൺ സ്പെസിഫിക് എസ്ട്രേസസ് എന്ന് പറയുന്നത്. ANAEയും ANBEയും ആ പേര് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കും, കൂടാതെ തന്നെ ഇവിടെ ഒരു കപ്ലിംഗ് റിയേജൻ്റ് ഉണ്ടായിരിക്കും, ഒരു അസോഡൈ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏത് കൈൻഡ് ഓഫ് അസോഡൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഗ്രാനുൾസിൻ്റെ കളറ് അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഗാർഡനർ GBC ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളേർഡ് ഗ്രാനുൾസ് ഒക്കെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നോൺ സ്പെസിഫിക് എസ്ട്രേസസിന് 2 എക്സാമ്പിളാണ് ആൽഫ നാഫ്തൈൽ അസറ്റേറ്റ് എസ്ട്രേസും ആൽഫ നാഫ്തൈൽ ബ്യൂട്ടറേറ്റ് എസ്ട്രേസ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേഷൻ ഓഫ് മോണോസൈറ്റിക് കമ്പോണൻസ് ഇൻ ദ AML മോണോസൈറ്റിക് കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ കൺഫേം ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ലാസ്റ്റിലെ അതായത് നമ്മുടെ മറ്റൊരു സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ ആണ് പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഇത്രയും നേരം നമ്മുടെ മോണോസൈറ്റിക് ഡിഫറൻസിയേഷൻ അല്ലാന്നുണ്ടെങ്കിൽ മൈലോയിഡ് സെൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ലിംഫോയിഡ് സെൽസ് അല്ലെങ്കിൽ ലിംഫോബ്ലാസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? അതിനുള്ള ഒരാളാണ് നമ്മുടെ PAS എന്ന് പറയുന്നത്. അപ്പോൾ PAS പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നമ്മൾ പറഞ്ഞു നമ്മുടെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ പോലുള്ള സബ്സ്റ്റൻസിനെ അല്ലാന്നുണ്ടെങ്കിൽ എൻസൈംസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോളിക്യൂളിൽ അല്ലെങ്കിൽ സെല്ലുകളിൽ എന്തുണ്ടായിരിക്കും? 1,2 ഗ്ലൈക്കോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ പെറൈഡിക് ആസിഡ് ഈ 1,2 ഗ്ലൈക്കോൾ ഗ്രൂപ്പിനെ ഡയാൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ പെറൈഡിക് ആസിഡ് ആദ്യം 1,2 ഗ്ലൈക്കോൾ ഗ്രൂപ്പിനെ ഡയാൽഡിഹൈഡാക്കി മാറ്റുന്നു. ഈ ഡയാൽഡിഹൈഡ് കളർലെസ് ആയിട്ടുള്ള ഷിഫ്റ്റ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു മജന്ത കളറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഈ സെല്ലുകളിൽ അതായത് ഇത്തരത്തിലുള്ള ഗ്ലൈക്കോജൻ അല്ലാന്നുണ്ടെങ്കിൽ പോളിസാക്കറൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സെല്ലുകളിൽ എന്തുണ്ടായിരിക്കും? 1,2 ഗ്ലൈക്കോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ 1,2 ഗ്ലൈക്കോൾ ഗ്രൂപ്പിനെ പെറൈഡിക് ആസിഡ് എന്താക്കി മാറ്റുന്നു? ഡയാൽഡിഹൈഡാക്കി മാറ്റുന്നു. ഈ ഡയാൽഡിഹൈഡ് നമ്മുടെ കളർലെസ് ആയിട്ടുള്ള ഷിഫ്റ്റ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കളേർഡ് ആയിട്ടുള്ള മജന്ത കളേർഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ലിംഫോബ്ലാസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PAS സ്റ്റെയിൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിംഫോബ്ലാസ്റ്റിൽ
ബ്ലോക്ക് പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ടായിരിക്കും, ബ്ലോക്ക് പോസിറ്റിവിറ്റി കാണുന്നുണ്ടായിരിക്കും. ചില കൈൻഡ് ഓഫ് നമ്മുടെ എന്താ പറയുക, പല സെല്ലുകളിൽ എന്താണ് ഇപ്പോൾ നോർമോസൈറ്റിക് സം കൈൻഡ് ഓഫ് നോർമോസൈറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ ചില സെല്ലുകളിൽ ഡിഫ്യൂസ് അല്ലെങ്കിൽ കോസ് പോസിറ്റിവിറ്റി ഒക്കെ നമ്മുടെ പെറോയിഡിക് ആസിഡ് ഷിഫ്റ്റ് കാണിക്കാറുണ്ട്. പക്ഷേ മൈലോബ്ലാസ്റ്റിൽ മാത്രമാണ് അത് എന്ത് കാണിക്കുന്നത്, ബ്ലോക്ക് പോസിറ്റിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ ലിംഫോബ്ലാസ്റ്റിലാണ് ബ്ലോക്ക് പോസിറ്റിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ ലിംഫോബ്ലാസ്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ നാപ്പ് സ്കോർ അഥവാ ലാബ് സ്കോറിനെ പറ്റിയിട്ടാണ്. അതായത് നാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അഥവാ ലൂക്കോസൈറ്റ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അല്ലാന്നുണ്ടെങ്കിൽ ലാബ് സ്കോർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇതായത് നമ്മുടെ ന്യൂട്രോഫിൽ അഥവാ ന്യൂട്രോഫിൽസിൽ മെച്യൂർ ആയിട്ടുള്ള ന്യൂട്രോഫിൽസിൽ അതുപോലെ തന്നെ മെറ്റാമൈലോസൈറ്റ്സിലത്തെ ഗ്രാനുൾസ് അതായത് സെക്കൻഡറി ടെർഷ്യറി ഗ്രാനുൾസ് ഒക്കെയാണ് കൂടുതലായിട്ടും എന്ത് കാണിക്കുന്നുണ്ടായിരിക്കുക, ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന് പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കുക. മെച്യൂർ ന്യൂട്രോഫിൽസ് അതുപോലെ തന്നെ മെറ്റാമൈലോസൈറ്റ്സ്, അപ്പോൾ ഇവയിലുള്ള ഗ്രാനുൾസ് ഒക്കെ ഒരു സെക്കൻഡറി ടെർഷ്യറി ഗ്രാനുൾസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മെച്യൂർ ആയിട്ടുള്ള സെല്ലുകളിലെ ഗ്രാനുൾസ് ആയിരിക്കും ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അഥവാ ലുക്കോസൈറ്റ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന് പോസിറ്റീവ് റിയാക്ഷൻ തരുന്നുണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നോർമലി നമ്മുടെ നാപ്പ് സ്കോർ അല്ലാന്നുണ്ടെങ്കിൽ ലാബ് സ്കോറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 40 to 100 ആണ് ഇതിൻ്റെ റേഞ്ച് നമ്മൾ പറയുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് നാപ്പ് സ്കോർ ഇൻക്രീസ് ചെയ്യുന്നത്? ഇപ്പോൾ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 40 to 100 ആണ്. എന്തൊക്കെ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ നാപ്പ് സ്കോർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. പത്തോളജിക്കൽ കണ്ടീഷൻ അല്ലാതെ പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മുടെ നാപ്പ് സ്കോർ ഇൻക്രീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതർ ദാൻ ദാറ്റ് നാപ്പ് സ്കോർ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ലുക്കീമോയിഡ് റിയാക്ഷനിൽ നമ്മുടെ എന്താണ് അതായത് നമ്മുടെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് നന്നായിട്ട് കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ കൂടുതലായിട്ടും എന്താണ് നമ്മുടെ മെച്ചുറിങ് ആയിട്ടുള്ള സെൽസുകളായിരിക്കും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ലുക്കീമോയിഡ് റിയാക്ഷനിൽ നാപ്പ് സ്കോർ കൂടുതലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ലുക്കീമോയിഡ് റിയാക്ഷനിൽ നാപ്പ് സ്കോർ കൂടുതലായിരിക്കും. മൈലോഫൈബ്രോസിസ് അതുപോലെ തന്നെ പോളിസൈത്തീമിയ വരാം. ഇപ്പോൾ ഈ കണ്ടീഷനിലൊക്കെ നമ്മുടെ നാപ്പ് സ്കോർ കൂടുതലായിരിക്കും. ഇനി എപ്പോഴൊക്കെയാണ് നമ്മുടെ നാപ്പ് സ്കോർ കുറയാനുള്ള സാധ്യത? അപ്പോൾ നമ്മുടെ നാപ്പ് സ്കോർ അഥവാ ലാബ് സ്കോർ കുറയാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്നാമത്തെ പാരോക്സിസ്മൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ അതുപോലെ തന്നെ CML എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ഇപ്പോൾ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ തന്നെ പല സ്റ്റേജുകളിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മുടെ ക്രോണിക് ഫേസ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ക്രോണിക് ഫേസ് ഉണ്ട്, ആക്സിലറേറ്റഡ് ഫേസ് ഉണ്ട്, ബ്ലാസ്റ്റ് ഫേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ക്രോണിക് ഫേസ് ആകുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ലാബ് സ്കോർ അഥവാ നാപ്പ് സ്കോർ നന്നായിട്ട് കുറഞ്ഞ് ഏകദേശം 0 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ CML ക്രോണിക് ഫേസിൽ എന്താണ് നമ്മുടെ നാപ്പ് സ്കോർ അല്ലെങ്കിൽ ലാബ് സ്കോർ കുറഞ്ഞ് 0 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് നാപ്പ് സ്കോർ അല്ലെങ്കിൽ ലാബ് സ്കോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെച്ചുറിങ് ആയിട്ടുള്ള ന്യൂട്രോഫിൽ അല്ലെങ്കിൽ മെറ്റാമൈലോസൈറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ലാബ് സ്കോർ അഥവാ നാപ്പ് സ്കോർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 40 to 100 ആണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. നാപ്പ് സ്കോർ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ലുക്കീമോയിഡ് റിയാക്ഷൻ പ്രഗ്നൻസി കണ്ടീഷനിൽ ഇൻക്രീസ് ചെയ്യാറുണ്ട്. മൈലോഫൈബ്രോസിസ് അതുപോലെ തന്നെ പോളിസൈത്തീമിയ വരാമെന്നൊക്കെ പറയുന്ന പല കണ്ടീഷനിലും നമ്മുടെ നാപ്പ് സ്കോർ ഇൻക്രീസ് ചെയ്യാറുണ്ട്. നാപ്പ് സ്കോർ ഡിക്രീസ് ചെയ്യാവുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് പാരോക്സിസ്മൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ അതുപോലെ തന്നെ CMLൻ്റെ ക്രോണിക് ഫേസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്ത് കുറയാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ നാപ്പ് സ്കോർ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈറ്റോകെമിസ്ട്രി ഇൻ ലുക്കീമിയയിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. എന്താണ് സൈറ്റോകെമിസ്ട്രി ഇൻ ലുക്കീമിയ അല്ലെങ്കിൽ സൈറ്റോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്തൊക്കെ സ്റ്റെയിനുകളാണ് നമ്മൾ അതിൽ പരിചയപ്പെടേണ്ടത്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്ലാസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റെയിൻസ് ഏതിലേക്കാണ് പോസിറ്റീവ് തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക.